الحكاية السابعة والعشرون 27ാമത്തെ ഹിക്കായത്ത്. عن عبد الواحد بن زيد رضي الله عنه. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഇപ്പോ ആ ഹിക്കായത്തിലുള്ളത് പരിശോധിക്കാം. ഖാല, അബ്ദുൽ വാഹിദ് തങ്ങൾ പറയുന്നു, സഅൽതുല്ലാഹ അസ്സ വജല്ല സലാസ ലയാലിൻ, 3 രാത്രി നിരന്തരം അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു കൊണ്ടിരുന്നു. എന്താ ചോദിക്കുന്നത്? അൻ യുരിയനി റഫീഖി ഫിൽ ജന്നത്തി, സ്വർഗീയ ലോകത്ത് എനിക്കുള്ള റഫീഖ് ആരാണ് എന്ന് റബ്ബ് എനിക്ക് കാണിച്ചു കൊണ്ടാന്ന്. അള്ളാഹു തആല എനിക്ക് കാണിച്ചു തരണം എന്റെ റഫീഖിനെ സ്വർഗത്തിൽ. ഇവിടെ റഫീഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശേഷം പറയുന്ന കാര്യം കൊണ്ട് മനസ്സിലാക്കപ്പെടുന്നത് ഭാര്യ, ഇണ എന്നാണ്. അപ്പൊ സ്വർഗീയ ലോകത്തൊരു ഇണയെ എനിക്കിനി കാണിച്ചു കൊണ്ടാ, അത് ചോദിക്കാലോ. അത് മഹാൻ ചോദിച്ചു 3 രാത്രിയും. അങ്ങനെ വക്കീല ലി, അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം എന്നോണം എന്നോട് പറയപ്പെടുകയുണ്ടായി, യാ അബ്ദുൽ വാഹിദി, അബ്ദുൽ വാഹിദേ, റഫീഖുക ഫിൽ ജന്നത്തി, സ്വർഗീയ ലോകത്ത് നിങ്ങൾക്കുള്ളതായ കൂട്ടുകാർ, ആ കൂട്ടുകാരി ആരറിയോ? മൈമൂനത്തു സൗദാ എന്ന് പറയും. കറുത്ത കറുമ്പിയായ മൈമൂന, ഒരു കറുമ്പിയാണ്. ആ കറുമ്പിയായ മൈമൂനയാണ് സ്വർഗീയ ലോകത്ത് നിങ്ങൾക്കുള്ളതായ റഫീഖ് എന്ന് ഉത്തരം കിട്ടുകയും ചെയ്തു. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, ഐന ഹിയ, ആ മൈമുന എവിടെയാണ്, ആ കറുമ്പിയായ മൈമുന എവിടെയാണ് ഞാൻ ചോദിച്ചു. ഖീല, അങ്ങനെ പറയപ്പെടുകയുണ്ടായി അന്വേഷണത്തിൽ, ഫി ബനി ഫുലാൻ, ഇന്നാലിന്ന ഗോത്രത്തിലാണ്. ബിൽ കൂഫ, കൂഫയിൽ ചെന്നാൽ ഇന്നാലിന്ന ഗോത്രത്തിലാണെന്ന് അഡ്രസ്സും പറഞ്ഞു കൊടുത്തു, തറവാടൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞപ്പോ ഖറജ്തു ഇലൽ കൂഫ, അങ്ങനെ കൂഫയിലേക്ക് ഞാൻ പുറപ്പെട്ടു. അൻഹ, അങ്ങനെ മൈമൂനത്തു സൗദ എന്ന് പറയുന്ന കറുമ്പി പെണ്ണായ മൈമൂനയെ ഞാൻ അന്വേഷിച്ചു, എവിടെയാണ് അവളുള്ളത് ചോദിച്ചു. ഫഖാലു, അന്വേഷണത്തിൽ ജനങ്ങളൊക്കെ പറഞ്ഞ മറുപടി, ഹിയ മജ്നൂനത്തുൻ, അവളൊരു ഭ്രാന്തിയായ പെണ്ണാണ്. ഉനൈമാത്ത്, അവൾക്കുള്ള കുറച്ച് ആടും പറ്റങ്ങളെ മേച്ച് നടക്കുന്ന ഒരു ഭ്രാന്തി പെണ്ണുണ്ട് ഇവിടെ, അവളാണ് എന്ന് പറഞ്ഞു. അപ്പൊ കൊൽത്തു, അപ്പൊ ഞാൻ പറഞ്ഞു, ഉരീദു അൻ അറാഹ, ഞാന് അവളത് കാണാൻ കൊതിക്കുന്നു, ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫഖാലു, അപ്പൊ പിന്നെ ജനങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്നാ പിന്നെ നിങ്ങൾ കണ്ടോളി, ഉഖ്റുജ്, പുറപ്പെട്ടോളി, ഇൽ ജബാനത്ത്, ജബാനത്തിലേക്ക്. ജബാനത്ത് എന്ന് പറഞ്ഞാല് മരുഭൂമി, പല അർത്ഥത്തിനുണ്ട്. ഇവിടെ മരുഭൂമി നോക്കാം, മരുഭൂമിയിലേക്ക് നിങ്ങൾ പുറപ്പെട്ടോളി, അവിടെ പോയാൽ കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ഖറജ്തു, ഞാൻ പുറപ്പെട്ടു പോയി മരുഭൂമിയിലേക്ക്. ഇദൻ ഹിയ ഖായിമത്തുൻ തുസല്ലി, ചെന്ന് നോക്കുമ്പോ ഇവര് പറഞ്ഞ ആ ഭ്രാന്തിയായ ഈ മൈമൂന അതാ നിന്ന് നിസ്കരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഇദൻ ബൈന യദൈഹ, ഈ മൈമൂന എന്ന് പറയുന്ന മഹദിയുടെ മുന്നിലുണ്ട് ഉക്കാസുൻ, ഒരു വടിയുണ്ട്. അലൈഹ, ഈ മൈമൂന ധരിച്ചിരിക്കുന്നത് എന്താ? ജുബ്ബത്തു സൂഫിൻ, ഒരു രോമക്കുപ്പായമാണ്. മഗ്തൂബുൻ അലൈഹ, ആ രോമക്കുപ്പായത്തിന്റെ മുകളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. എന്താ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്? ലാ തുബാഉ വലാ തുഷ്തറാന, നിന്നെ വിൽക്കപ്പെടില്ല, നിന്നെ വാങ്ങപ്പെടുകയുമില്ല. അപ്പൊ നിന്നെ വിൽക്കാനും പറ്റൂല, നിന്നെ വാങ്ങാനും പറ്റൂല. ആ രൂപത്തിലുള്ള എഴുത്താണ് ആ ജുബ്ബയുടെ മുകളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആണ് മഹദിയുടെ രൂപഭേദങ്ങളും ഇബാത്ത് ഞാൻ കണ്ടു. പിന്നെ ഇതിന് വനമ്, മഹദിക്ക് ആടുണ്ടെന്നല്ല, വനമ്, ആടുകള് മഅദീബ്, ചെന്നായോട് കൂടെ ജീവിക്കുന്നു, നല്ല കൂട്ടുകാരെ പോലെ ചെന്നായി ആടുകളും. പല അപ്പൊ ചെന്നായക്കൾ അല്ല, തേക്കുൽ വനമ, ആടിനെ ഭക്ഷിക്കുന്നില്ല. ഒരു വനമു തഖാഫു ദിആബ, ചെന്നായക്കളെ ആടുകളും പേടിക്കുന്നില്ല, ഒരു പേടിയുമില്ല, നിർഭയത്വമായി ശത്രുക്കളായി മാറിയ ഈ ആടും
ചെന്നായി ഇതാ ഒരുപോലെ ജീവിക്കുന്നു. ഫലമ്മ റഅത്തിനി, അങ്ങനെ മുപ്പത്തിർ എന്നെ കാണുകയാണ്. എന്നെ കണ്ടപ്പോൾ ഔജദത്ത് ഫി സ്വലാത്തിഹ, മഹദി അവിടുത്തെ നിസ്കാരത്തെ ചുരുക്കം വരുത്തി. എന്നെ കണ്ടല്ലോ, നിങ്ങൾക്ക് പറയണ്ടാവും. സുമ്മ കാലത്ത്, പിന്നീട് മഹദി എന്നോട് പറഞ്ഞ വാക്കെന്താ അറിയോ? ഇർജ യാ യബ്ന സയ്യിദ്, യബ്ന സയ്യിദ് പടങ്ങിക്കോ എന്ന് പറഞ്ഞു, പൊയ്ക്കോ എന്ന് പറഞ്ഞു. വലൈസൽ മൗഇദു ഹാഹുന, ഇവിടത്തിൽ ഒരു വാഗ്ദാനവുമില്ല. ഇന്നമൽ മൗഅദു, വാഗ്ദാനങ്ങളൊക്കെ നാളെ ആഖിറത്തിലാണ്, ഇവിടെയല്ല. പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പൊ എനിക്കൊരു ഡൗട്ട്. ഞാൻ ചോദിച്ചു, യർഹമക്കില്ല, അള്ളാഹ് നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു, മൻ അലമക്കി അന്നി ഇബ്നു സയ്യിദ്, എന്റെ പേര് വിളിച്ച ഇബ്നു സയ്യിദാണ്, ശരി തന്നെയാണ്. പക്ഷെ ഞാൻ ഇബ്നു സയ്യിദാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആരറിയിച്ചു തന്നു? ഫഖാലത്ത്, അപ്പോൾ മഹദി പറഞ്ഞ മറുപടി നമ്മയൊക്കെ ചിന്തിപ്പിക്കും. അമാ അലിംത, താങ്കൾ അറിഞ്ഞിട്ടില്ലേ? അന്നൽ അർവാഹ ജുനൂദുൻ മുജന്നദുൻ, അന്നൽ അർവാഹ ജുനൂദുൻ മുജന്നദത്തുൻ മാ തആറവ മിന്ന ഇഖ്തലഫ വമാ തനാക്കറ മിൻക ഇഖ്തലഫ. ഇതാണ് മഹദി പറഞ്ഞത്. ഇതൊരു ഹദീസ് വാക്യമാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ വമാ തആറഫ മിന്ന ഇഖ്തലഫ വമാ തനാക്കറ മിന്ന ഇഖ്തലഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അർവാഹുകളൊക്കെ സേനകളാണ്. എങ്ങനത്തെ സേനകള്? മുജന്നദത്തുൻ, ഒരുമിച്ച് കൂടുന്ന സേനകളാണ്. മാ തആറഫ മിൻഹ, ആ സേനകൾ, ഒരുമിച്ച് കൂടുന്ന സേനകളിൽ അറിഞ്ഞവരാരോ പരസ്പരം ഇഖ്തലഫ, അവർ കൂടിച്ചേരും. ഒമാ തനാക്കറ മിൻഹ, ആ സേനകളിൽ പരസ്പരം കാണാത്തവരാരാണോ ഇഖ്തലഫ, അവർ കാണാതെ പിരിഞ്ഞു പോകും. അതിന് സാരാർത്ഥം എന്താണ്? ആത്മീയ ലോകത്ത് കണ്ടുമുട്ടി പരിചയമുള്ളവരെല്ലാം ഭൗതിക ജഡത്തിലൂടെ ഈ ലോകത്ത് വെച്ച കണ്ടുമുട്ടും കാണും. അല്ല, അവിടെ വെച്ച് പരസ്പരം കാണാത്തവരാണ്, പരിചയമില്ലാത്തവരാണോ? ഇവിടെയും പരിചയമില്ല. ഈ ഒരു നിലപാടിലൂടെയാണ് ഞാൻ താങ്കളെ ആത്മീയ ബന്ധത്തിലൂടെ മനസ്സിലാക്കി ഇബ്നു സയ്യിദ്, അത് അന്നുള്ള ബന്ധാ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു സന്തോഷം. ഖുൽതു ലഹ, അപ്പോൾ ഞാൻ മൈമൂനയോട് പറഞ്ഞു, എളീനി, നിങ്ങൾക്ക് ഉപദേശം തരണം എന്ന് പറഞ്ഞു. വഖാലത്ത് വഅജബ ലിവാഇലി യുഅദു, ഞാന് മഹദി പറയാണ്, വല്ലാത്തൊരു അത്ഭുതം. ലിവാഇലി, ഒരു വയലുകാരന് യുഅദു, വയല് പറയിക്കപ്പെടുകയെ. അല്ലാഹ്, ഒരു വയല് പറയുന്ന ആൾക്ക് ഞാൻ അത്ഭുതപ്പെടുകയാണ്. യുഅദു, അയാൾക്ക് വയല് പറയപ്പെടുന്നുണ്ട്. ഇന്നഹു ബലഗനി മാ മിൻ അബ്ദിൻ, ഏതായാലും എന്താ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, നിശ്ചയമായിട്ടും എനിക്ക് എത്തിയിട്ടുണ്ട്. മാമിൻ അബിദിൻ, ഒരടിമയും തന്നെയില്ല. ആ അടിമക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. മിനദ്ദുനിയ, ദുനിയാവിന് ഷൈഅൻ, വല്ലതൊക്കെ നൽകപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ഫബത്തഗായിലേഹി, അങ്ങനെ വല്ലതും ദുന്യാവിന് കിട്ടിക്കഴിഞ്ഞാൽ സാനിയൻ, രണ്ടാമത് ചോദിച്ചുകൊണ്ടിരിക്കണം, ഇഞ്ഞും വേണം. ഇങ്ങനെ കിട്ടിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരടിമയില്ല. ഇല്ലാ സലബഹുല്ല, അള്ളാഹു അവർക്ക് ഊരിക്കളഞ്ഞിട്ടല്ലാതെ ഇല്ല. എന്തു? ഹുബ്ബൽ ഖൽവത്തി മഅഹു, അള്ളാഹുവിനോടുകൂടെ ആരാരും അറിയാതെ, ആരാരുമില്ലാത്ത ഒരു പ്രദേശത്ത് ഒഴിഞ്ഞിരുന്ന് അള്ളാഹ് ഇഷ്ടപ്പെടുക. അപ്പൊ അള്ളാഹിനോടുകൂടുള്ള ഖൽവത്ത് വേണം. ആ ഖൽവത്ത് അള്ളാഹു തല ഊരിക്കളയും ദുന്യാവുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ. വബദ്ദലഹു, അള്ളാഹുവിന് പകരമാക്കി കൊടുക്കും. ബഅദൽ ഖുർബി, അള്ളാഹുവിലേക്ക് അടുത്ത ശേഷം ബുഅദൻ, ഒരകൽച്ച അള്ളാഹു തല പകരമാക്കും. വബഅദൽ ഉൻസ്, അങ്ങനെ അള്ളയുമായി അവൻ നേരം പോക്കായി അവൻ വളരെ രസിച്ച് ഇരിക്കുകയായിരുന്നു. അതിന് ശേഷം അള്ളാഹുവിന് കൊടുക്കും വഹശത്തുൻ, ഒരു ഏകാന്തത, ആരുണ്ടാവില്ല. ഈ ഒരു നിലപാടായിരിക്കും വളരെ അർത്ഥവത്തായ ഒരു വാക്ക്. ഉഖറവിയ, ഒരു ചിന്ത, അള്ളാഹിനെ കൂടെയുള്ള ആലോചന. ഇതാണ് ആ ഒരു ഉപദേശത്തിൽ നൽകി കൊടുത്തത്. വല്ലാത്തൊരു ഉപദേശമായി.
അങ്ങനെ അബ്ദുൽ വാഹിദ് തങ്ങൾ അത് കേട്ടു. പിന്നെ മഹാൻ പറയുന്നു, സുമ്മ അൻഷഅത്ത്, ഇത്തരെല്ലാം പറഞ്ഞിട്ട് മഹദി പാട്ടുപാടി. അടുത്തൂലു മഹദി പറയുന്നു, യാ വാഇലൻ ഖാമൽ ഇഹ്തിസാബിൻ തസ്സറു ഖൗമം അനി ദുനൂബി. യാ വാഇലൻ, വായിദ് പറയുന്ന മനുഷ്യ, ഖാമ ആ വായിദ് എണീറ്റുന്നു. എന്തിന്? ഇഹ്തിസാബിൻ, നന്മ വിചാരിച്ചുകൊണ്ടാണ് വായിദ് പറയുന്നത്. തസ്സറു, വായിദ് പറയുന്ന മനുഷ്യ, നീ ഇങ്ങനെ തടയുന്നുണ്ട് ഖൗമൻ, ജനതയെ, അനദുനൂബി, പാപങ്ങളെ തൊട്ട്, തെറ്റ് ചെയ്യരുതേ, നിങ്ങൾ അതിനെ തൊട്ടൊക്കെ വെടിയണം എന്നൊക്കെ ഉപദേശിക്കുന്നു. തൻഹാവ അൻത സഖീമു ഹഖൻ ഹാദാ മിനൽ മുൻകിരിൽ അജീബി. തൻഹാ, നീ അങ്ങനെ തടയുന്നുണ്ട്, തെറ്റ് ചെയ്യരുത് മറ്റൊക്കെ പറയുന്നുണ്ടെങ്കിലും, അൻത സഖീമു ഹഖ, യഥാർത്ഥ രോഗി നീയാണ്. കാരണം നീ അത് അവലംബിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. മറ്റുള്ളവർക്ക് ചികിത്സ കൊടുക്കുന്നു, നിനക്ക് ചികിത്സയില്ല, നീ രോഗിയാണ് യഥാർത്ഥത്തിൽ. ഹാദാ മിനൽ മുൻകിരിൽ അജീബ്, ഇതാണ് പുതുമയാകുന്ന ഒരു മുൻകിർ. ആളെ കുറിച്ച് ആലോചിച്ച പുതുമയുടെ അത്ഭുതമാണ്. അങ്ങനെയുള്ള ഒരു അത്ഭുതമുള്ള മുൻകിർ ചെയ്യുന്ന ആളിൽ നിന്ന് മഹാത്ഭുതമായിട്ട് കാണാനുള്ളത് യഥാർത്ഥത്തിൽ അവൻ രോഗിയായിട്ടാണ്. ലോ കുന്ത അസ്ലഹ്ത ഖബല ഹാദാ ഐബക ഔ തുബ്ത മിൻ ഖരീബി. ലോ കുന്ത അസ്ലഹ്ത, നീ എങ്ങാനും നന്നാക്കിയിരുന്നുവെങ്കിൽ, ഖബിലഹാദ, ഈ ഉപദേശമൊക്കെ ചെയ്തതിനു മുമ്പ്, ഐബക്ക, നിന്റെ ന്യൂനത നീ നന്നാക്കിയിരുന്നുവെങ്കിൽ, ഔത്തുബുത്ത, അല്ലെങ്കിൽ പക്ഷാതപിച്ച് മടങ്ങിയിരുന്നുവെങ്കിൽ, മിൻ ഖരീബ്, അടുത്ത് തന്നെ നീ പക്ഷാതപിച്ച് മടങ്ങുകയായിരുന്നുവെങ്കിൽ എത്ര നന്നു. കാന ലിമാ ഖുൽത യാ ഹബീബി മൗഖിഉ സിദ്ഖിൻ മിനൽ ഖുലൂബി. അങ്ങനെയൊക്കെ നീ ചെയ്യുകയാണെങ്കിൽ, കാന ലിമാ ഖുൽത യാ ഹബീബി, എന്റെ ഇഷ്ടക്കാർ, എന്റെ പ്രേമിയെ, നീ പറഞ്ഞതിനുണ്ടാകും മൗഖിഉ സിദ്ഖിൻ, ഒരു സത്യം സംഭവിക്കുന്ന സ്ഥാനമുണ്ടാവും. മിനൽ ഖുലൂബി, ഹൃദയങ്ങളിൽ. ആര് കേട്ടാലും അതിന് ബോധ്യമാവും, സത്യമായി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകും. പക്ഷെ നീ അങ്ങനെ ആവണം. തൻഹാ അനിൽ ഗയ്യി വത്തമാദി വഅന്ത ബിന്നഹി കൽ മുരീബി. തൻഹാ അനിൽ ഗയ്യി വത്തമാദി, തെറ്റുകുറ്റങ്ങളെ തൊട്ടും വേണ്ടാതിനെ തൊട്ടും നീ തടയുന്നുണ്ട്. അത് നീണ്ടു നിൽക്കലിനെ തൊട്ട് നീ തടയുന്നുണ്ട്. അത്തരത്തിൽ നീ ഇപ്പോൾ തടയുന്ന വിഷയത്തിൽ സംശയമുള്ളവരെ പോലെയാണ്. കാരണം നീ പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു, ഇനി മറ്റുള്ള തടയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംശാലുവായ, സംശയമുള്ള ഒരാളുടെ പ്രവൃത്തി പോലെയാണ് നീ ചെയ്യുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നീ വയന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നീ മനസ്സിലാക്കേണ്ടത്, ആരെ തടയുകയാണെങ്കിലും ആരെ തോപ ചെയ്യാൻ പറയുകയാണെങ്കിലും ഒക്കെ നീ ആദ്യം ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിന്റെ വാക്കിന് വിലയുള്ളൂ, നിന്റെ പ്രവൃത്തിക്ക് അംഗീകാരമുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് പറഞ്ഞപ്പോ ഫഖുൽതു, അബ്ദുൽ വാഹിദ് തങ്ങൾ ഞാൻ ചോദിച്ചു, ഇന്നി അറദിആബ മഅൽ ഗനമി, ചന്നായക്കൂട്ടം ആടുകളെ കൂടെ ഇങ്ങനെ കാണുന്നു ഞാൻ. ഫലൽ ഗനമു തബ്സഉ മിനൽ ദിആബി, ചന്നായെ കണ്ടാൽ ഓടേണ്ട ജീവിയാണ് ആട്. പക്ഷെ ചന്നായ കണ്ടിട്ട് ഓടുന്നില്ല. പല ദിആബു, ചന്നായക്കളാണെങ്കിലല്ല, തൗക്കുൽ ഗനമ, ആണ്ട തിന്നൂല്ലല്ലോ, ഒന്നുമില്ല, കൂട്ടാളിയായി ജീവിക്കാണല്ലോ. വലി അയ്യി ചെയ്യുന്നാഥ, ഇത് എന്ത് കാരണം കൊണ്ടുണ്ടായതാണ്? ഫഖാലത്ത്, ഈ അവസ്ഥ ചോദിച്ചപ്പോ, ഇതിന്റെ രഹസ്യം ചോദിച്ചപ്പോ മഹദി പറയാണ്, ഇലൈക്ക അന്നി, എന്നെ തൊട്ട് നിന്നിലേക്ക് തന്നെ നീ അകന്നു പോ, അതിനെ പറ്റി ചോദിക്കല്ലേ. ഫഇന്നി അസ്ലഹ്തു മാ ബൈനി വബൈന സയ്യിദി, നിശ്ചയമായിട്ടും ഞാൻ എന്റെയും എന്റെ യജമാന്റെയും ഇടയിൽ, അഥവാ അള്ളാന്റെ ഇടയിലുള്ള കാര്യം ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ചെയ്തപ്പോ അള്ളാഹ്ക്ക് ചെയ്യേണ്ട എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോ ആടുകൾക്കും ചന്തായകൾക്കും ഇടയിലുള്ള കാര്യം അള്ളാഹ് നന്നാക്കി. അപ്പൊ എന്താണ്? അള്ളാഹിനെ പേടിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹിനെ പേടിച്ച ആളുകൾക്കുള്ള എല്ലാ കറാമത്തും അള്ളാഹ് കൊടുക്കും. അപ്പൊ അവർ ആടക കേടുണ്ടാവില്ല, ശത്രുക്കളായ ഒരു മിത്രങ്ങളായി മാറും. ഇതാണ് ഇവിടെ കണ്ടത്.
റളിയല്ലാഹു അൻഹാ വനഫഅനാ ബിഹാ ആമീൻ. അപ്പൊ ചുരുക്കത്തിൽ അബ്ദുൽ വാഹിദ് തങ്ങൾ 3 രാത്രി ചോദിച്ചു, കാണിച്ചു തരണമെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ ഒരു മണവാട്ടിയായിട്ട് വരാനും കൂട്ടുകാരത്തിയായിട്ട് വരാൻ നിൽക്കുന്നത് മൈമൂനത്ത് സൗദ ആണെന്നും അത് നാട്ടുകാര് ഭ്രാന്തന്മാരായി എണ്ണിയ പെണ്ണാണെങ്കിലും മഹദി അവറുകൾ ആടും വെച്ച് പറമ്പിലൂടെ നടക്കുന്നു, അള്ളാഹ് ഇബാദത്തിലൂടെ കഴിഞ്ഞുകൂടുന്നു, തത്വങ്ങൾ സംസാരിക്കുന്നു, ചിന്തർ മുഴുവൻ ഉഹറവിയായത് മാത്രമാണ്. മഹാത്ഭുതമല്ലേ കണ്ടതെല്ലാം. ഇതായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതം എന്ന് മാതൃക ഇതിലൂടെ നമ്മൾ ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.